അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മൾ എങ്ങനെയാണ് ഉറങ്ങുമ്പോൾ കിടക്കേണ്ടത് എന്നുള്ളതാണ്. അതായത് പല ദിശയിലുമാണ് പല ആളുകളും കിടക്കാറ്. അവർക്ക് ഏതാണോ സുഖം അതുപോലെയാണ്ട് കിടന്നുറങ്ങും. ഒരുപാട് ആളുകൾക്കും ഇഷ്ടമുള്ള ഒരു ഉറക്കമാണ് കമിഴ്ന്ന് കിടക്കുക എന്നുള്ളത്. പ്രത്യേകിച്ച് മഴക്കാലത്തൊക്കെ നല്ല തണുപ്പുള്ള സമയത്തൊക്കെ ഒരുപാട് ആളുകളും കമിഴ്ന്ന് കിടക്കും. പുതപ്പൊക്കെ ഇട്ട് മൂടി കമിഴ്ന്ന് കിടക്കും. എന്നാൽ അങ്ങനെ കിടക്കുന്നത് കൊണ്ട് നമുക്ക് നമ്മുടെ ശരീരത്തിന് ഒരുപാട് ദോഷങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഒരുപാട് രോഗങ്ങൾ അതുകൊണ്ട് നമുക്ക് കയറി വരുന്നുണ്ട്. എന്നാൽ പരിശുദ്ധ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നതാണ് എങ്ങനെയാണ് കിടന്നുറങ്ങേണ്ടത് എന്ന്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എങ്ങനെയാണ് ജീവിതത്തിൽ കിടന്നുറങ്ങിയത് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതുപോലെയാണ് നമ്മൾ കിടന്നുറങ്ങേണ്ടത്. കാരണം നമ്മൾ മുഅ്മിനീങ്ങളായ മനുഷ്യരാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യ പിൻപറ്റുന്നവരാണ്. അപ്പോൾ അതുപോലെ നമ്മൾ കിടന്നുറങ്ങിയാൽ നമ്മുടെ ശരീരത്തെ പല രോഗങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്താൻ സാധിക്കും. ഈ വിഷയത്തെക്കുറിച്ച് അമേരിക്കയിൽ ഒരു പരീക്ഷണം നടത്തി. അമേരിക്കയിൽ കാലിഫോർണിയ എന്ന ഒരു സ്ഥലത്ത് വെച്ച് ലൈഫ് സയൻസ് എന്ന ലാബിൽ വെച്ച് അവിടുത്തെ ഏറ്റവും പ്രഗത്ഭ ഡോക്ടറായ ജമാലുദ്ദീൻ ഇബ്രാഹിം എന്നൊരു ഡോക്ടർ ഈ വിഷയത്തെക്കുറിച്ച് ഒരു പരീക്ഷണം നടത്തുകയാണ്. അതായത് ഒരു മനുഷ്യൻ എങ്ങനെയാണ് കിടന്നുറങ്ങേണ്ടത്, മലർന്നിട്ടാണോ അല്ലെങ്കിൽ ഇടതുവശത്തേക്ക് ചെരിഞ്ഞിട്ടാണോ അല്ലെങ്കിൽ വലതുവശത്തേക്ക് ചെരിഞ്ഞിട്ടാണോ അല്ലെങ്കിൽ കമിഴ്ന്നിട്ടാണോ കിടക്കേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ഈ ജമാലുദ്ദീൻ ഇബ്രാഹിം എന്ന പ്രഗത്ഭമായ ഡോക്ടർ അവിടെ പരീക്ഷണം നടത്തിയത്. അങ്ങനെ ആ ഡോക്ടറും ആ ഡോക്ടറുടെ കൂടെയുള്ളവരും കൂടി ദിവസങ്ങളും മാസങ്ങളുമായിട്ട് അവർ അതിനെക്കുറിച്ച് പഠനം നടത്തുകയും പിന്നീട് അവർ ഒരുപാട് പരീക്ഷണം നടത്തി. ആ പരീക്ഷണങ്ങളിൽ നിന്ന് അവർക്ക് കിട്ടിയ റിസൾട്ട് ഇതാണ്: ഒരാൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ വലതുവശത്തേക്ക് ചെരിഞ്ഞ് കിടക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നാണ് ആ പരീക്ഷണത്തിൽ അവർ കണ്ടെത്തിയത്. എന്നാൽ ശാസ്ത്രം ഇപ്പോൾ കണ്ടെത്തുന്ന പലതും നമ്മുടെ നബി മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യമാണ്. മുത്തുനബിയുടെ ജീവിത ശൈലിയിലൂടെ നമുക്ക് കാണിച്ചു തന്നതാണ് വലതുവശത്തേക്ക് ചെരിഞ്ഞ് കിടക്കണം എന്നുള്ളത്. അന്ത്യപ്രവാചകൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്നത്തെ കാലത്ത് അവിടെയുള്ള ജനങ്ങളോടൊക്കെ പറയുമായിരുന്നു, നിങ്ങൾ കിടന്നുറങ്ങുമ്പോൾ വലതുവശത്തേക്ക് ചെരിഞ്ഞുകൊണ്ട് കിബിലയിലേക്ക് മുന്നിട്ട് കിടന്നുറങ്ങണം എന്ന്. മുത്തുനബി കിടന്നുറങ്ങുമ്പോൾ മുത്തുനബിയുടെ വലത് കൈ മുഖത്തിൻ്റെ വലത് കവിളിൽ വെച്ചുകൊണ്ട് വലതുവശത്തേക്ക് ചെരിഞ്ഞുകൊണ്ട് കിബിലയിലേക്ക് മുന്നിട്ടാണ് മുത്തുനബി കിടക്കാറ്. ഒരു ഹദീസിൽ കാണാം, സയ്യിദിന ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരിക്കൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ വന്ന് അനുചരന്മാരോടെല്ലാവരോടും കൂടി പറയുകയാണല്ലോ, നിങ്ങൾ ഉറങ്ങാൻ പോകുന്ന സമയത്ത് വുളൂ എടുക്കണം. വുളൂ എടുത്തതിന് ശേഷം നിങ്ങൾ വലതുവശത്തേക്ക് ചെരിഞ്ഞുകൊണ്ട് നിങ്ങൾ കിബിലക്ക് തിരിഞ്ഞുകൊണ്ട് കിടന്നുറങ്ങണം എന്ന്. വീണ്ടും മുത്തുനബി പറയുകയാണ്, നിങ്ങൾക്ക് ഇനി വലതുവശത്തേക്ക് ചെരിഞ്ഞ് കിടക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ഇടതുവശത്തേക്ക് ചെരിഞ്ഞുകൊണ്ട് കിബിലയിലേക്ക് മുന്നിട്ട് കിടക്കണം എന്ന്. അതായത് വലതുവശത്തേക്ക് ചിലപ്പോൾ എന്തെങ്കിലും രോഗങ്ങൾ കാരണമോ അല്ലെങ്കിൽ വലത് കൈയുടെ തോളിൽ എന്തെങ്കിലും എല്ല് പൊട്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രോഗങ്ങൾ കൊണ്ട് വേദന സഹിക്കാൻ വയ്യാതെ വരുമ്പോൾ ആ ഭാഗത്തേക്ക് തിരിഞ്ഞ് കിടക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ നമുക്ക് ആ ഭാഗത്തേക്ക് തിരിഞ്ഞ് കിടക്കാൻ പ്രയാസമാണെങ്കിൽ എന്ത് ചെയ്യുക? ഇടതുവശത്തേക്ക് തിരിഞ്ഞ് കിടക്കുക. എന്നാൽ കിബിലക്ക് തിരിഞ്ഞുകൊണ്ടായിരിക്കണം കിടത്തം എന്ന് മാത്രം. വീണ്ടും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് ഇനി ഇടതുവശത്തേക്ക് ചെരിഞ്ഞ് കിടക്കാനും സാധിക്കുന്നില്ലെങ്കിൽ, പ്രയാസമാണെങ്കിൽ നിങ്ങൾ മലർന്ന് കിടക്കുക. മലർന്ന് കിടക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ കാലിൻ്റെ ഭാഗം കിബിലയിലേക്കായിരിക്കണം. അതിന് കുഴപ്പമില്ല. മാത്രമല്ല, നിങ്ങളുടെ തല എന്തെങ്കിലും തലയിണയോ എന്തെങ്കിലും ഉയരമുള്ളത് അവിടെ വെച്ച് നമ്മുടെ തല കിബിലയിലേക്ക് മുന്നിട്ടിരിക്കുന്ന രീതിയിലായിരിക്കണം നമ്മുടെ കിടത്തം. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ പലരും കമിഴ്ന്ന് കിടക്കുന്നവരാണ്.
കമിഴ്ന്ന് കിടക്കാം. നമുക്ക് മറ്റുള്ള രീതിയിൽ കിടക്കുന്നത് ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് കമിഴ്ന്ന് കിടക്കുന്നത് കൊണ്ട് പ്രശ്നമില്ല. എന്നാൽ പരിശുദ്ധ ഇസ്ലാം പറയുന്നത് കമിഴ്ന്ന് കിടക്കുന്നത് ഒരു കാരണവുമില്ലാതെ, ഒരു പ്രയാസവുമില്ലാതെ കമിഴ്ന്ന് കിടക്കുന്നത് കറാഹത്താണ് എന്നാണ്. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് ഒരു കാരണവുമില്ലാതെ അവർക്ക് മലർന്ന് കിടക്കാൻ പാടില്ല. സ്ത്രീകൾ മലർന്ന് കിടക്കാൻ പാടേയില്ല. അവർ മലർന്ന് കിടക്കുന്നതും പരിശുദ്ധ ഇസ്ലാം കറാഹത്താക്കിയിട്ടുള്ള കാര്യമാണ്. ഒരിക്കൽ ഒരു സ്വഹാബി പള്ളിയിൽ കിടന്നുറങ്ങുകയായിരുന്നു. എന്നാൽ ആ സ്വഹാബി കിടന്നുറങ്ങുന്നത് കമിഴ്ന്നുകൊണ്ടായിരുന്നു. ആ സമയത്താണ് ആ പള്ളിയിലേക്ക് നമ്മുടെ നബി മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കയറി വരുന്നത്. മുത്തുനബി ഇത് കണ്ട ഉടൻ തന്നെ മുത്തുനബിക്ക് ദേഷ്യം വന്നു. മുത്തുനബിയെ പെട്ടെന്ന് വന്ന് കണ്ട് മുത്തുനബി എന്തു ചെയ്തു? അയാളുടെ കാലിനൊരു തട്ട് കൊടുത്തു. അങ്ങനെ അയാൾ ഉറക്കത്തിൽ നിന്നും ഞെട്ടി ഉണർന്നപ്പോൾ കാണുന്നത് മുത്തുനബിയെയാണ്. ആ സമയം അയാൾക്ക് വലിയ പേടി തോന്നി, എന്താണ് റബ്ബേ എന്ന്. അപ്പോൾ മുത്തുനബി ആ മനുഷ്യനോട് പറഞ്ഞു, നീ ഇങ്ങനെ കമിഴ്ന്ന് കിടക്കാൻ പാടില്ല. കമിഴ്ന്ന് കിടക്കുന്നത് അള്ളാഹുവിന് കോപമുണ്ടാക്കുന്ന കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു തആല അത് ഒട്ടും ഇഷ്ടപ്പെടില്ല, ഇങ്ങനെയുള്ള ഈ കിടത്തം. അതുകൊണ്ട് ഇനി മുതൽ ഇങ്ങനെ കിടന്നുറങ്ങരുത് എന്നും ആ മനുഷ്യനോട് പറഞ്ഞ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്നും പോയി. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഇസ്ലാം നമുക്ക് എന്തെല്ലാം പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ, എന്തെല്ലാം ഹറാമാക്കിയിട്ടുണ്ടോ, കറാഹത്താക്കിയിട്ടുണ്ടോ, അതൊക്കെയും നമുക്ക് ദോഷമായിട്ട് വരുന്ന കാര്യമാണ്. നമ്മുടെ ശരീരത്തിനായിട്ടും നമ്മുടെ ശാരീരികമായിട്ടും മാനസികമായിട്ടും എല്ലാ കാര്യങ്ങളിലും നമുക്ക് ദോഷമായിരിക്കും. എന്നാൽ ഈ കമിഴ്ന്ന് കിടക്കുന്നത് കൊണ്ട് നമുക്ക് എന്താണ് ദോഷം എന്നറിയുമോ? നമ്മുടെ എല്ല് തേയ്മാനം സംഭവിക്കുമെന്നാണ്. കമിഴ്ന്ന് കിടക്കരുത് എന്ന് ശാസ്ത്രം കണ്ടുപിടിച്ച കാര്യമാണ്. ശാസ്ത്രം ഇപ്പോൾ പറയുന്നുണ്ട് കമിഴ്ന്ന് കിടക്കരുത് എന്ന്. മാത്രമല്ല, നമുക്ക് ഊരവേദനയായിട്ടോ നടുവേദനയായിട്ടോ ഒക്കെ ഹോസ്പിറ്റലിൽ ചെന്നാൽ ഡോക്ടർമാർ നമ്മോട് നിർദ്ദേശിക്കുന്ന കാര്യമാണ് നിങ്ങൾ കമിഴ്ന്ന് കിടക്കരുത് എന്ന്. മാത്രമല്ല, ഇങ്ങനെ കൂടുതൽ സമയം കിടക്കുന്നത് കൊണ്ട് നമ്മുടെ നട്ടെല്ലിൻ്റെ ഡിസ്കിന് പെട്ടെന്ന് കേടുപാടുകൾ സംഭവിക്കാൻ അത് കാരണമാകും. ഡിസ്ക് തകരാറിലാകും എന്നാണ് പഠനങ്ങൾ പറയുന്നത്. എന്നാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന കിടത്തം ഉണ്ടല്ലോ, വലതുവശത്തേക്ക് ചെരിഞ്ഞുകൊണ്ടുള്ള കിടത്തം. ഇങ്ങനെ കിടക്കുന്നത് കൊണ്ട് നമുക്ക് ലഭിക്കുന്ന വലിയൊരു നേട്ടമാണ് അറ്റാക്കിൽ നിന്നും സംരക്ഷണമുണ്ടാകും. പെടുന്നനെയുള്ള ഹാർട്ട് അറ്റാക്കിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അതുപോലെ തന്നെ നീർക്കെട്ടുണ്ടാകില്ല. അതുപോലെ തന്നെ ശരീരം കുഴഞ്ഞു പോകൽ, വാതരോഗങ്ങൾ, ഇങ്ങനെയുള്ള ഒരുപാട് രോഗങ്ങളിൽ നിന്നും ഈ ചെരിഞ്ഞ് കിടക്കുന്നത് കൊണ്ട് നമുക്ക് രക്ഷ ലഭിക്കുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഇത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് നമ്മെ പഠിപ്പിച്ചു തന്ന കാര്യമാണ്. അത് ഇപ്പോൾ ഓരോന്നായിക്കൊണ്ട് ശാസ്ത്രം ഇപ്പോൾ കണ്ടുപിടിച്ച് അത് ശരിവെച്ച് തന്നിരിക്കുകയാണ്. ശാസ്ത്രം തന്നെ സമ്മതിച്ചു തന്നിരിക്കുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു തന്ന പല കാര്യങ്ങളും സത്യമാണ്, ശരിയാണ് എന്നൊക്കെ. അതുകൊണ്ട് നമ്മുടെ ദുനിയാവിലെയും ആഖിറത്തിലെയും ഒക്കെ എല്ലാ കാര്യത്തിലും വിജയം ലഭിക്കാൻ വേണ്ടി മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ആ മാർഗങ്ങളൊക്കെ നമ്മൾ മുറുകെ പിടിക്കുക, ജീവിതത്തിൽ മുറുകെ പിടിക്കുക. ഇനി കിടന്നുറങ്ങുമ്പോൾ നിങ്ങൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കിടന്നുറങ്ങിയതുപോലെ, അതെങ്ങനെയാണ്? നമ്മുടെ വലത് കൈയിൻ്റെ പള്ളഭാഗം നമ്മുടെ മുഖത്തിൻ്റെ വലത് കവിളിൽ വെച്ചുകൊണ്ട് വലതു ഭാഗത്തേക്ക് ചെരിഞ്ഞ് കിബിലക്ക് മുന്നിട്ടുകൊണ്ട്, കിബിലക്ക് തിരിഞ്ഞുകൊണ്ട് കിടന്നുറങ്ങുക. അള്ളാഹു സുബ്ഹാനഹു തആല ഇത് ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ മാനസികമായിട്ടും ശാരീരികമായിട്ടുമുള്ള എല്ലാ രോഗങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ. എല്ലാ മാരകമായ രോഗങ്ങളിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു തആല നാം എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ പല കാര്യങ്ങളും പറഞ്ഞ് ദുആ ചെയ്യാൻ വേണ്ടി വസിയത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹുവേ, അവരുടെയും ഞങ്ങളുടെയും എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തന്ന് ജീവിതത്തിൽ സന്തോഷം നൽകി, ഖൈറും ബറക്കത്തും നൽകി, എന്തെല്ലാം മുറാദുകളുണ്ടോ അതൊക്കെ ഹാസിലാക്കി തന്ന് നല്ലൊരു കുടുംബജീവിതം ഞങ്ങൾക്കെല്ലാവർക്കും നീ
പ്രദാനം ചെയ്യണേ റബ്ബേ. മരിക്കുമ്പോൾ ഈ മാനോടുകൂടി മരിക്കാനും അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുവാനും ഞങ്ങൾക്കെല്ലാവർക്കും നീ തൗഫീക്ക് നൽകണേ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.